ഓഗസ്റ്റ് മാസമായി ഇനി കാര്യമായിട്ട് ട്രാൻസ്ഫറുകളാണ് കാര്യമായിട്ട് ഉണ്ടാകുക. ലാസ്റ്റ് മന്ത് ഓഫ് ഓഗസ്റ്റ് ട്രാൻസ്ഫേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ കേൾക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോൺ റാംസ്റ്റെയിലിന് ഇപ്പോൾ നിലവിൽ സൗത്താംപ്ടണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. ആളെ ന്യൂ കാസ്റ്റിൽ നോട്ട് ഔട്ടിട്ടുണ്ട്. ലോൺ വിത്ത് ഓപ്ഷൻ ടു ബൈ എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ആഴ്സണലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്, നല്ല കീപ്പറാണ്. നല്ലൊരു കീപ്പർ തന്നെയാണ് ആള് എന്നുള്ളതാണ്. ഇനി അടുത്ത ന്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങ് ചെൽസിയിലാണ്, അങ്ങ് ലണ്ടനിലാണ്. വേറെ ആരുമല്ല, ജോറൽ ഹാറ്റോ ഫ്രം അയാക്സിൽ നിന്നിട്ട് ചെൽസി നോക്കുന്നുണ്ട്. ജോറൽ ഹാറ്റോ അയാക്സിന്റെ പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ വർഷം ജോഹാൻ ക്രോയ്ഫ് ടാലന്റ് ഓഫ് ദി ഇയർ അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള പ്ലെയറാണ്. ലെഫ്റ്റ് ബാക്ക് ആണ്, അതേപോലെ തന്നെ ബേസിക്കലി ഫുൾ ബാക്ക് ആണ്. ഈ പറഞ്ഞ സെൻട്രൽ ബാക്ക് ആയിട്ട് കളിക്കാൻ കേപ്പബിലിറ്റി ഉണ്ട്. 5.11 ഫീറ്റ് ഉയരമുള്ള ഒരു പ്ലെയറാണ്. നല്ല പ്ലെയറാണ് ആക്ച്വലി. പക്ഷെ പറഞ്ഞു കേൾക്കുന്ന ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഫിസിക്കാലിറ്റി ആണ്. എന്തായാലും നല്ല ഡീൽ തന്നെ ആയിരിക്കും. കാരണം കുക്കുറയൊക്കെ അത്യാവശ്യം കഴിഞ്ഞ വർഷം ഒക്കെ ഒത്തിരി ഓവറായിട്ട് പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന പോലെ ജോറൽ ഹാറ്റോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ടിംബറിനെയൊക്കെ ആഴ്സണൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിംബറൊക്കെ ക്ലിക്ക് ആയിട്ടുണ്ട്. നമുക്കറിയാം ആക്സിൽ നിന്നിട്ട് ഇപ്പം ഒരുപാട് ZH വന്നിട്ടുണ്ട്, ഇവിടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു കൺസേൺ ഇവിടെ ആവശ്യമൊന്നും ഉണ്ടോ എന്നുള്ളതൊരു ഇതാണ്. കാരണം ഡച്ച് ലീഗ് അങ്ങനെ വലിയ ക്വാളിറ്റി ലീഗൊന്നുമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് നല്ല പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് യൂറോപ്പിൽ. ഇപ്പം ലൂയിസ് സുവാരസ് പോലെ നല്ല പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. എന്നാൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് അങ്ങനെയുള്ള സാധ്യതകൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ബെഞ്ചിലേക്ക് വരുന്നൊരു പ്ലെയറാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ജോറൽ ഹാറ്റോ ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് സൈനിങ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ബാക്കപ്പ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ PSG പറയുന്നത് ഡോണറുമ്മന്റെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഡോണറുമ്മ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് ലൂക്കാസ് ഈ പറയുന്ന പോലെ ഷെവലിയോ അങ്ങനത്തെയാണ് പ്രൊണൗൺസ് ചെയ്യാന്നാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ തെറ്റാവാം. ആള് നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലില്ലിയുടെ കീപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ ടീം ഓഫ് ദ ലീഗ് 1 ടീം ഓഫ് ദി ഇയറിൽ ഗോൾ കീപ്പറായിട്ട് വന്ന പ്ലെയറാണ്. വിച്ച് മീൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. റുമനൊക്കെ കവച്ചു വെച്ചു എന്നാണ് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു കീപ്പറാണ് ഈ പറയുന്ന പോലെ അദ്ദേഹം എന്നുള്ളതാണ്. ഫ്രഞ്ച് പ്ലെയറാണ്, ഫ്രഞ്ച് കീപ്പറാണ്. പിന്നെ വീക്ക്നെസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോസിങ് ഡീൽ ചെയ്യാനായിട്ട് ഇത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 190 സെന്റിമീറ്റർ ഉയരമുണ്ട്. ഇറ്റ്സ് പ്രിറ്റി മച്ച് ഗുഡ്. കാരണം ലീഗ് 1 നിന്ന് തന്നെ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പം സിമ്പിളാണ് കാര്യങ്ങൾ. ഫ്രഞ്ച് പ്ലെയറാണ്. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ വലിയ പണികളോ കാര്യങ്ങളൊന്നും ഇല്ല. ആ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ആവാനാണെന്നുണ്ടെങ്കിലും ലീഗ് 1 ഒരു പ്ലെയറാണ്. തീർച്ചയായിട്ടും സിസ്റ്റത്തിൽ അഡാപ്റ്റ് ചെയ്യുന്നതല്ല, ആ എൻവയോൺമെന്റായിട്ട് കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും വലിയ പണി ഉണ്ടാവില്ല. പിന്നെ ലീഗ് 1 എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റീസെന്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സംഭവമാണ് ബെഞ്ചമിൻ സെസ്കോ. പ്രീമിയർ ലീഗിൽ 2 ടീംസ് ആയിട്ടുള്ള യുണൈറ്റഡ് ന്യൂ കാസ്റ്റിൽ നോക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ന്യൂ കാസ്റ്റിന്റെ ഈ ഡീല് സത്യം പറയുന്നത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ന്യൂ കാസ്റ്റിൽ ഫാൻസിനെക്കാട്ടിലും ലിവർപൂൾ ഫാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ലിവർപൂൾ ടീംസ് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഐസാക്കിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂ കാസ്റ്റിലൊരു റീപ്ലേസ്മെന്റ് വേണം. അപ്പോൾ അതാണ് സെസ്കോനെ നോട്ട് ഇട്ടിട്ടുണ്ട് ന്യൂ കാസ്റ്റിൽ. അതേപോലെ തന്നെ യുണൈറ്റഡ് നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം 80 മില്യണിന്റെ അടുത്ത് 80 മില്യൺ കൊടുത്താലാണ് അദ്ദേഹത്തെ കിട്ടുക. അതേപോലെ തന്നെ ഈ ക്ലോസിൽ ഈ പറഞ്ഞ കോൺട്രാക്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെ തന്നെ ബെഞ്ചമിൻ സെസ്കോ സ്പെഷ്യൽ ക്ലബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 മില്യണൊക്കെ കൊടുക്കാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് നോ ഏതാണ് സ്പെഷ്യൽ ക്ലബ്ബ് കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. അത് ബെഞ്ചമിൻ സെസ്കോ ആണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു കിഡ്ലൻ റേസ് ആയിരിക്കും. കാരണം യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഹോയിലൻഡാണ് അവിടെ സ്ട്രൈക്കർ ആയിട്ടുള്ളത്. അവർക്ക് സ്ട്രൈക്കർ ആവശ്യമാണ്. പിന്നെ ന്യൂ കാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇസാക്കുമായിട്ട് ഇസാക്കാണെങ്കിൽ ടീം വിട്ട് പോകണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ന്യൂ കാസ്റ്റിലുമായിട്ട്. അദ്ദേഹത്തെ അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അപ്പം ആ സമയത്താണ് പിന്നെ ലിവർപൂൾ വെച്ച ഓഫർ. ലിവർപൂൾ മിക്കവാറും 140, 120 to 150 മില്യൻ്റെ ഉള്ളിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് ആണ്. 80 മില്യൺ സെസ്കോ കൊടുത്താൽ പോലും ലാഭമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ സെസ്കോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷം ബുണ്ടസ് ലീഗിൽ 15 കഴിഞ്ഞ വർഷം 11-12 ഗോൾ അടിച്ചിട്ടുണ്ട്.
കുഴപ്പമില്ല, നല്ലൊരു ഗോൾ സ്കോറിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വളരെ ഏരിയയിൽ നല്ല പ്ലെയറാണ്, അക്രോബാറ്റിക് പരിപാടികൾ കാര്യങ്ങളുണ്ട്, ഒരു സ്ലാത്തൻ വൈബ് വരുന്നൊരു പ്ലെയറാണ്. പിന്നെ ഓൺ ദി ബോൾ എബിലിറ്റി വാസ് ഗുഡ്. അങ്ങനെ എന്താ പറയുക, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സ്ട്രൈക്കറാണ്. അങ്ങനെ കാര്യമായ വീക്ക്നെസ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതൊന്ന് കൺവേർഷൻ റേറ്റ് ആണ് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇസ് ബെസ്റ്റ്. ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണത്. ബെസ്റ്റാണ്, ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറയാൻ പറ്റും. അത്രയും ടോപ്പ് ലെവലിൽ കയറി വരാൻ ശേഷിയുള്ളൊരു പ്ലെയറാണ് സെസ്കോ. കാരണം സാൽസ്ബർഗിലേക്ക് കളിക്കുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ ഹൈപ്പ് ഉണ്ട്. പിന്നെ അദ്ദേഹം ലൈപ്സിങ്ങിൽ വന്ന സമയത്ത് ഒരു അത്രയും നല്ല ടാലന്റിന് ലൈപ്സിങ് സൈൻ ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഡെലിവർ ചെയ്യാൻ പറ്റണം, ലൈപ്സിങ്ങിൽ ഡെലിവർ ചെയ്യാൻ പറ്റണ ആ ഒരു പെർഫോമൻസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് അത് ഡെലിവർ ചെയ്ത് കൊടുക്കുക. അല്ലെ, ഒരു യങ് സ്ട്രൈക്കർ വരുന്നു ലൈപ്സിങ്ങിലേക്ക്, അയാൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഡെലിവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തൊരു പ്ലെയറാണ് സെസ്കോ. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. അത് പല പ്ലേയേഴ്സിനും അങ്ങനെ സാധിക്കാറില്ല. ഇപ്പം സാവി സിമോൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴാണ് അദ്ദേഹം ക്ലിക്ക് ആവുന്നത്. അദ്ദേഹം ബാർസലോണയിൽ ഉണ്ടായിരുന്നു, ബാർസലോണയിൽ നിന്നിട്ട് പിന്നെ PSG പോയി, CSL വലിയ ക്ലിക്കായില്ല. എത്ര ചെറുപ്പം മുതലേ അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന പ്ലെയറാണ്. 2016-17 ടൈമിലൊക്കെ ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് എന്നാലോചിക്കണം. ഇപ്പോഴാണ് ക്ലിക്ക് ആവുന്നത്. അതേപോലെ മാർട്ടിൻ ഒഡേഗ അടക്കാൻ ഒരു എക്സാമ്പിളാണ്. ആൻഡ് റോഡ്രിഗോ, ടോട്ടനാമിന്റെ വക ഓഫർ ഉണ്ടായിരുന്നു റോഡ്രിഗോയ്ക്ക്, പക്ഷേ റോഡ്രിഗോ അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ചും കൂടി ഒരു ബിഗ് ക്ലബ്ബ് അദ്ദേഹത്തിന് വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇറ്റ്സ് ഗുഡ്. കാരണം ടോട്ടനാമിന് മുകളിൽ റിസർവ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് റോഡ്രിഗോ കോസ്. തീർച്ചയായിട്ടും ഒരു വലിയ ടീം വരട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ലിവർപൂളായിട്ട് ലിങ്ക് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ലിവർപൂൾ പിന്നെ അത് മിക്കവാറും നടക്കാൻ ചാൻസ് ഒന്നും എനിക്കറിയില്ല. ചാൻസ് വളരെ കുറവാണ്. കാരണം ഇപ്പോൾ അവർക്കൊരു ഡിഫൻഡർ വേണം. പിസാക്കിന്റെ ഡീലിന് പോകുന്നതിന് പോലും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം അതിനകത്ത് കുറച്ചൊരു ഡിഫൻസിൽ സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഗോഹിയായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഗോഹിക്ക് ഒരു വർഷത്തെ കോൺട്രാക്റ്റും കൂടെ ഉള്ളൂ. അത് ഈ വർഷത്തെ കോൺട്രാക്റ്റും കൂടെ ഉള്ളൂ. അടുത്ത വർഷം ഫ്രീ ഏജന്റ് ആകാൻ പോകുന്ന പ്ലെയറാണ്. ബട്ട് എനിവേ അത്യാവശ്യം ഇപ്പം ഈ ഇസാക്കിന് 140-150 മില്യൺ അടിക്കാട്ടി നല്ലത് ഞാൻ പറഞ്ഞ ഡിഫൻഡറിന് സൈൻ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. കാരണം ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് തേർഡ് ഓപ്ഷൻ സെൻറ്റർ ബാക്ക് ഇല്ല. കൊണാട്ടയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഉള്ളൂ. ഈ വർഷം കഴിഞ്ഞ ആൾ ഫ്രീ ഏജന്റ് ആണ്. റയലിന് ഓഫർ വന്ന് ഷുവറാണ് റയലിലേക്ക് പോകും. കാരണം റയലിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഓഫർ വന്ന് ആരും റിജക്ട് ചെയ്യാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഇത്രയും പൈസ ഇസാക്കിന് സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 2 സെൻറ്റർ ബാക്കിനൊക്കെ അത് ഈസി ആയിട്ട് ലിവർപൂൾ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇസാക്കിന് പോണിങ്ങാട്ടി നല്ലത് അവർക്കൊരു ടീം ബാലൻസും ടീം സ്ട്രെങ്തനൊക്കെ ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഒരു ബാലൻസ് കോഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ ഡിഫൻസിൽ സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ പലരും ഓസെ മൊറീനൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ് അറ്റാക്ക് വിൻസ് ഗെയിംസ്, ഡിഫൻസ് വിൻസ് ട്രോഫീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ന്യൂസുകൾ, പരിപാടികൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം.